നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ച അല്പസമയം മുമ്പ് ദില്ലിയിൽ നടന്നു. മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് വി.ഡി. സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ആദ്യം പ്രധാനമന്ത്രിയുടെ ഓഫീസായ സേവാ തീർത്തിലാണ് ഈ കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് കൂടിക്കാഴ്ച അവസാന നിമിഷം പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാറ്റുകയായിരുന്നു. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വി.ഡി. സതീശൻ ദില്ലിയിലെത്തിയിരുന്നു. AICC നേതൃത്വവുമായിട്ടുള്ള ചർച്ചകൾക്കാണ് വി.ഡി. സതീശൻ ദില്ലിയിലെത്തിയത്. അന്ന് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനും മുഖ്യമന്ത്രി ശ്രമിച്ചിരുന്നു. പക്ഷേ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ദില്ലി സന്ദർശനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി തിരക്കിലായത് കാരണം മുഖ്യമന്ത്രിയെ കാണാൻ സമയം അനുവദിച്ചു കിട്ടിയില്ല. എന്നാൽ തൊട്ടടുത്ത ദിവസമായ ഇന്ന് തന്നെ അതിന് കളമൊരുങ്ങുകയായിരുന്നു. അങ്ങനെയാണ് വീണ്ടും മുഖ്യമന്ത്രി ദില്ലിയിലെത്തുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത്. മറ്റ് കേന്ദ്രമന്ത്രിമാരും പ്രത്യേകിച്ച് ധനകാര്യമന്ത്രിയുമായുമൊക്കെ ചർച്ച നടക്കുമെന്നാണ് സൂചന. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള നിർണായക കൂടിക്കാഴ്ച ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ഏതാണ്ട് 10:10 പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ചേർന്ന കൂടിക്കാഴ്ച 40 മിനിറ്റ് നീണ്ടു. 40 മിനിറ്റ് കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളടങ്ങുന്ന നിവേദനം പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള ചർച്ചയാണ് നടന്നത് എന്നാണ് സൂചന. കേരളത്തിൽ അതിവേഗ റെയിൽ പാത വരേണ്ടതുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുള്ള സിൽവർ ലൈൻ പദ്ധതി എടുത്ത് തോട്ടിലെറിയുകയായിരുന്നു പുതുതായി വന്ന UDF സർക്കാർ. പദ്ധതി പാരിസ്ഥിതികമായ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് യോജിച്ചതല്ല എന്നും ഒക്കെയുള്ള ആക്ഷേപങ്ങൾ അന്ന് തന്നെ ഉയർന്നിരുന്നു. പദ്ധതിയുടെ DPRൽ വളരെ ഗുരുതരമായ പിഴവുകളുണ്ടെന്നും ആ DPR തിരുത്തണമെന്നും ഇതേ നിലയിൽ പദ്ധതി നടപ്പിലാക്കാനാകുന്നില്ല എന്നുമൊക്കെയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. അങ്ങനെയാണ് പദ്ധതി മുടങ്ങിയത്. എന്തായാലും മഞ്ഞക്കുറ്റികൾ എടുത്തുമാറ്റാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർദ്ദേശം നൽകിയത്. അങ്ങനെയുള്ള ഒരു പദ്ധതി, അശാസ്ത്രീയമായ ഒരു പദ്ധതി, അത് ഉപേക്ഷിക്കുമ്പോൾ ശാസ്ത്രീയമായ ഒരു പദ്ധതി വരേണ്ടത് അത്യാവശ്യമാണ്. അവിടെയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ശ്രീധരൻ മുന്നോട്ട് വച്ച പദ്ധതി. ശ്രീധരൻ കേന്ദ്ര സർക്കാരുമായി സഹകരിച്ചുകൊണ്ട് ഒരു പദ്ധതിയുടെ വിശദമായ പഠന റിപ്പോർട്ട് തയ്യാറാക്കുന്ന തിരക്കിലാണ്. ശ്രീധരൻ കേരളത്തിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് തെക്കിനെയും വടക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു അതിവേഗ റെയിൽ പാതയുടെ പണിപ്പുരയിലാണ്. അദ്ദേഹവുമായി കേന്ദ്ര സർക്കാർ സഹകരിക്കുന്നുണ്ട്. പക്ഷേ പിണറായി വിജയൻ സർക്കാർ സഹകരിച്ചിരുന്നില്ല. ശ്രീധരന്റെ പദ്ധതി അട്ടിമറിക്കാൻ വേണ്ടി കേരളത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ബഡ്ജറ്റിൽ മറ്റൊരു അതിവേഗ റെയിൽ പാത പ്രഖ്യാപിക്കുകയാണ് LDF സർക്കാർ ചെയ്തത്. എന്നാൽ വരും കാലങ്ങളിൽ UDF സർക്കാർ ശ്രീധരന്റെ അതിവേഗ റെയിൽ പദ്ധതിയുമായി സഹകരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ കേന്ദ്ര സഹായത്തോടുകൂടിയുള്ള വൻ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. മാത്രമല്ല, എയിംസ് കേരളത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. എയിംസ് കേരളത്തിന് അനുവദിച്ചുകൊണ്ട് ബഡ്ജറ്റ് പ്രപ്പോസൽ ഉണ്ടെങ്കിലും കേരളത്തിൽ എയിംസ് ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. കേന്ദ്ര മാനദണ്ഡങ്ങൾക്കനുസൃതമായി ഭൂമി ഏറ്റെടുത്ത് കേന്ദ്രത്തിന് നൽകാത്തതാണ് എയിംസ് യാഥാർത്ഥ്യമാകാത്തതിന് കാരണം. കഴിഞ്ഞ LDF സർക്കാർ കേന്ദ്രവുമായി ഇക്കാര്യത്തിൽ പരിപൂർണ നിസ്സഹകരണമാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ആ കാര്യം ഇപ്പോൾ പരിഹരിക്കുമെന്നാണ് UDF സർക്കാരിന്റെ വാഗ്ദാനം. ആരോഗ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ഉടൻ തന്നെ K. മുരളീധരൻ കേന്ദ്രം ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ഭൂമി ഏറ്റെടുത്ത് നൽകും എന്ന് പ്രസ്താവന നടത്തിയിരുന്നു. എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും വികസനത്തിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് ഒരുമിച്ച് നിൽക്കുന്നു എന്നാണ് അതിന്റെ സൂചന. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നിലപാട് മാറ്റമുണ്ടായാൽ വരും ദിവസങ്ങളിൽ എയിംസ് പ്രഖ്യാപിക്കപ്പെടാനുമുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം പ്രധാനമന്ത്രിയെ കാണാൻ ഇവിടെ നിന്നും പിണറായി വിജയൻ ദില്ലിയിലേക്ക് പോയിരുന്നു. അന്ന് പിണറായി വിജയന് മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടിയ ഒരു പദ്ധതിയുണ്ട്. മറ്റൊന്നുമല്ല, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി. കേരളത്തിന്റെ വികസനത്തിന് വലിയ സംഭാവനകൾ നൽകാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് ഗെയിൽ പൈപ്പ് ലൈൻ. ഈ പദ്ധതി വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നടപ്പാക്കേണ്ടതായിരുന്നു. എന്നാൽ താങ്കളുടെ പാർട്ടി അടക്കം ഈ പദ്ധതിക്ക് തുരങ്കം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും വേഗം ഈ പദ്ധതി നടപ്പിലാക്കിയാൽ നന്ന് എന്ന് പ്രധാനമന്ത്രി അന്ന് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു പിണറായി വിജയന്. എന്നാൽ പിണറായി
പിണറായി വിജയൻ പിന്നീട് ആ പദ്ധതി കേന്ദ്രവുമായി സഹകരിച്ചുകൊണ്ട് പൂർത്തിയാക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ എന്തെങ്കിലും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. കേരളത്തിൽ ഇപ്പോഴും നടപ്പിലാക്കാത്ത ചില കേന്ദ്രാവിഷ്കൃത പദ്ധതിയുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജന അടക്കമുള്ള പദ്ധതികൾ കേരളത്തിൽ സംസ്ഥാന വിഹിതമില്ലാത്തതിനാൽ മുടങ്ങിക്കിടക്കുകയാണ്. ആയുഷ്മാൻ ഭാരത് പോലെയുള്ള പദ്ധതികൾ 70 വയസ്സ് കഴിഞ്ഞ സീനിയർ പൗരന്മാർക്ക് സൗജന്യമായി അല്ലെങ്കിൽ 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതി ഇതുവരെ കേരളം നടപ്പിലാക്കിയിട്ടില്ല. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടെങ്കിലും കേരളം അതിനൊരു സ്റ്റാറ്റസ് കോ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പദ്ധതികൾ ഏറ്റെടുത്ത് മുന്നോട്ട് വരാൻ പ്രധാനമന്ത്രി ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയേക്കും. PM ശ്രീയിൽ ഒപ്പിടാത്തത് മൂലം ആയിരക്കണക്കിന് കോടി രൂപയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കാതെ പോകുന്നത്. ഇതടക്കം ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്രവും കേരളവും സഹകരിച്ചുകൊണ്ടുള്ള ഒരു വികസന കാഴ്ചപ്പാടായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. അതേസമയം സംസ്ഥാനത്തിന്റെ തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥ അത് മറികടക്കാനുള്ള കേന്ദ്ര സഹായമാകും VD സതീശൻ അഭ്യർത്ഥിക്കുക. കേന്ദ്രം വെട്ടിക്കുറച്ചിരിക്കുന്ന സംസ്ഥാന വിഹിതമടക്കം തിരിച്ചു കിട്ടാനുള്ള ശ്രമങ്ങൾ ഒരുപക്ഷെ VD സതീശന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാം. സർക്കാർ മാറിമറിഞ്ഞ സാഹചര്യത്തിൽ കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ സമീപനം മാറാനുമുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷയാണ് ഈ കൂടിക്കാഴ്ചകളിൽ കേന്ദ്രം വയ്ക്കുന്നത്. മറ്റ് കേന്ദ്രമന്ത്രിമാരുടെ ഉൾപ്പെടെയുള്ള ചർച്ചകൾ പൂർത്തിയാക്കിയതിനു ശേഷം ചർച്ചകളെ സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളെ കണ്ട് പുറത്തു പറയുമെന്നാണ് ലഭിക്കുന്ന സൂചന.